താല്പര്യങ്ങൾക്കോ വഴങ്ങാത്ത നിറകൂടം മലയാളത്തിന്റെ പ്രിയങ്കരനായ താരം ശ്രീ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ചുള്ളനായി ശ്രീകണ്ഠേട്ടൻ അത് ഹൗൾ ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ നീങ്ങി. അപ്പോൾ വളരെ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജനപ്രതിനിധി എന്നാണ്. പലപ്പോഴും ഈ പല നേതാക്കളുമൊക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ ജനപ്രതിനിധിയും അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി, പാർട്ടിയിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ മാറുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലല്ലാതാണ് ശ്രീകണ്ഠേട്ടൻ എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രസക്തിയുമുണ്ട്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകളുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി, ഒപ്പം നിർത്തിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന് പരമാവധി 12-13 തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവൻ്റെ മനുഷ്യായുസിൽ കിട്ടുന്നത്. ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി, അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നൊരു നേതാവ്, സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്നൊരു നേതാവ്, ഇനി നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ്, ഇതൊക്കെയാണ് ശ്രീകണ്ഠേട്ടൻ. അദ്ദേഹം ഈ പാലക്കാട് ഇപ്പോൾ പറയും, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുണ്ട്, അതിൻ്റെ കൂട്ടത്തിലല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത്. അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു, പോകുന്നു. നമ്മുടെ ശബ്ദമായി ഡൽഹിയിൽ ഉയർന്നു കേൾക്കേണ്ടത് ശ്രീകണ്ഠൻ്റെ ശബ്ദമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നവർ ഉറപ്പായും ചെയ്യുമെന്ന് പറയാം. പരമാവധി ആളുകളോട് പറയുക, നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത്. നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊന്നുമില്ല നമുക്ക് താങ്ങാവുന്നതല്ല. അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈക്കോയിൽ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ കുറച്ചേ കാണാവുള്ളൂ, ബാക്കി എല്ലാം ഇവിടെ ആയിരിക്കണം, നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ വെയിലത്താണ് നിൽക്കുന്നത് എന്നത് പരിഗണിച്ചുകൊണ്ടും സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ശ്രീകണ്ഠേട്ടൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമ്മുടെ ഓരോ വോട്ടും കൈപ്പറ്റി ചിഹ്നത്തിൽ ചെയ്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സീറ്റിന്റെ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുകയാണ്.